പൂരങ്ങളുടെ പൂരമായ തൃശൂർ പൂരം 200ഓളം കലാകാരന്മാർ അണിനിരക്കുന്ന പഞ്ചവാദ്യമേള 36 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ദൃശ്യ ശ്രവ്യ ശബ്ദഘോഷ വിസ്മയം. തൃശൂർ പൂരം സ്ഥാപിക്കുന്നതിന് മുമ്പ് കേരളത്തിലെ ഏറ്റവും പ്രധാന ഉത്സവമായിരുന്നു ഒരു ദിവസം നീണ്ടു നിന്നിരുന്ന ആറാട്ടുപുഴ പൂരം. തൃശൂരിലെയും പരിസരങ്ങളിലെയും ക്ഷേത്രങ്ങൾ പതിവായി പങ്കെടുത്തിരുന്നു. എന്നാൽ 1798 ആറാട്ടുപുഴ പൂരത്തിന് തൃശൂരിൽ നിന്നുള്ള ക്ഷേത്രങ്ങൾ തുടർച്ചയായ മഴയെ തുടർന്ന് വൈകിയതിനാൽ പൂരം നിഷേധിക്കപ്പെട്ടതിനെ തുടർന്ന് ക്ഷേത്രം ഭാരവാഹികൾ ശക്തൻ തമ്പുരാനുമായി വിഷയം ചർച്ച ചെയ്തു. തൽഫലമായി ക്ഷേത്ര പരിസരത്തുള്ള 10 ക്ഷേത്രങ്ങളെ ഒന്നിപ്പിച്ച് തൃശൂർ പൂരം ക്രമീകരിക്കാൻ അദ്ദേഹം തീരുമാനിച്ചു. ഈ കേട്ടത് ചരിത്രം. 2 ഭാഗങ്ങളായി തിരിഞ്ഞുകൊണ്ട് പാറമേക്കാവും തിരുവമ്പാടിയും നേർക്കുനേർ ഗജവീരന്മാരെ അണിനിരത്തി കുടമാറ്റവും ആവേശം നിറയ്ക്കുന്ന ചെണ്ടമേളവും ജനഹൃദയങ്ങളെ കോരിത്തിരിപ്പിക്കുന്നു. എല്ലാ മതസമൂഹങ്ങളും സജീവമായി പങ്കെടുക്കുന്ന തൃശൂർ പൂരം 200 കലാകാരന്മാർ പങ്കെടുക്കുന്ന പഞ്ചവാദ്യ മേളയായ മടത്തിൽ വരവിലൂടെ ആരംഭിക്കുകയും പകൽ വെടിക്കെട്ട് എന്നറിയപ്പെടുന്ന കരിമരുന്ന് പ്രയോഗത്തോടെ അവസാനിക്കുകയും ചെയ്യും. Download ShareChat.